എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് മാത്രം നോക്കി പോകാം. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും എന്ന് പറഞ്ഞ് തരം തിരിച്ചിട്ടുണ്ട്. പകരുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം പോലുള്ളതാണ് പകരുന്ന രോഗങ്ങൾ. പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ, പ്രമേഹം അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ രോഗങ്ങൾ രോഗകാരികളെന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഞാനൊന്ന് ചെയ്തിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ബാക്ടീരിയ രോഗങ്ങളും ഫംഗസ് രോഗങ്ങളും ഒക്കെ. അപ്പോൾ അതിൽ ഉണ്ട്. അപ്പോൾ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തമാണ് പകരുന്ന രോഗം. പകരാത്ത രോഗമാണ് ക്യാൻസറും പ്രമേഹം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ. മഹാമാരികൾ എന്താണ്? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്ന അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയും. അപ്പോൾ ഒരു പകർച്ചവ്യാധി മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും അത് നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് എന്ത് പറയുന്നത്? പാൻഡമിക് ഡിസീസസ് അല്ലെങ്കിൽ മഹാമാരി എന്ന് പറയുന്നത്. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് ഏതൊക്കെ? വസൂരി, ക്ഷയം, പ്ലാഗ്, COVID-19 തുടങ്ങിയവ. അപ്പോൾ COVID-19 നമുക്ക് നല്ല ഫെമിലിയർ ആണല്ലേ. അപ്പോൾ വസൂരി, ക്ഷയം, പ്ലാഗ് എന്നിവ COVID-19 എന്നിവ പാൻഡമിക് ഡിസീസുകളാണ്, അതായത് മഹാമാരികളാണ്. അവിടെ നോക്കാം. എന്താണ് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസ്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഏത്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഇവയാണ് നമ്മുടെ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രോഗങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇവയെ എന്ത് പറയുന്നു? രോഗകാരികളെന്ന് പറയുന്നുണ്ട്. ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ദൃശ്യവും വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കൂ. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല? രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ തൊലിപ്പുറത്തുമൊക്കെ നമുക്ക് ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളും ഉണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ എന്ത് ചെയ്യുന്നു? നമ്മെ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പം നമുക്ക് സൂക്ഷ്മജീവികൾ ഉപകാരം ചെയ്യുന്ന സന്ദർഭം ഏതൊക്കെയാണ്? ദോശമാവ് പുളിപ്പിക്കുന്നത്, പിന്നെ ബാക്ടീരിയ, ഫംഗസുകളൊക്കെയാണ് എന്ത് ചെയ്ത് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അടുത്ത നോക്കാം. ഫംഗസുകളുടെ ലോകം. ഒരു ഫംഗസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. അപ്പോൾ നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പലും വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പനും ഒക്കെ എന്താണ്? ഫംഗസാണ്. ഈ കരിമ്പൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കരിമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വസ്ത്രങ്ങളുള്ള കരപ്പനില്ലേ, അതാണ് നമ്മുടെ ഇത് കരിമ്പൻ എന്ന് പറയും. നമ്മൾ കരപ്പൻ പിടിച്ചെന്നൊക്കെ പറയില്ലേ ഡ്രസ്സിൽ, അതാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പോൾ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കൂൺ മുതൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ രോഗം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ. രോഗങ്ങൾ പകരുന്ന വഴിയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത്? ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല കൊണ്ട് മറയ്ക്കുന്ന എന്തിനാണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നതൊക്കെ എന്തിനാണ്? ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കാൻ പറയുന്നത് എന്താണ്? നമ്മൾ തുമ്മുമ്പോൾ അതിലുള്ള ബാക്ടീരിയോ ഫംഗസോ അതൊക്കെ എന്താണ്? മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ. ഭക്ഷണ സാധനം അടച്ചു സൂക്ഷിക്കാൻ പറയുന്നത് എന്താണ്? ഈ ജീവികൾ രോഗമുള്ള എന്തിലെങ്കിലും അല്ലെങ്കിൽ മലിനമായ എന്തിലെങ്കിലും വന്നിരുന്നിട്ടായിരിക്കും നമ്മുടെ ഭക്ഷണ സാധനത്തിലൊക്കെ വന്നിരിക്കുന്നത്.
അടുത്തത് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധങ്ങളും അവ ഉണ്ടാക്കുന്ന രോഗങ്ങളുമാണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കുന്നത്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന, അപ്പോൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്നത് ഏതൊക്കെ എന്തുണ്ട്? മണ്ണിലൂടെ പകരുന്നതുണ്ട്, വായുവിലൂടെ പകരുന്നതുണ്ട്. മണ്ണിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ പകരുന്ന എന്താണ്? ക്ഷയം. അതുപോലുള്ളത് വായുവിലൂടെയാണ് പകരുന്നത്. പിന്നെ നമ്മുടെ ജലദോഷം, ഇതൊക്കെ നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ജലവും ഭക്ഷണവും വഴി പകരുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ, ഇതൊക്കെ ജലവും ഭക്ഷണവും ഒക്കെ വഴി നമുക്ക് പകരുന്നതാണ്. അടുത്ത രോഗാണുവാഹകരിൽ നിന്ന് പകരുന്നത് ഏതൊക്കെയാണ്? കൊതുകിൽ നിന്നും ഈച്ചയിൽ നിന്നൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. കൊതുകിൽ നിന്ന് പകരുന്ന ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി. അടുത്ത് മനുഷ്യരിൽ നിന്ന് പകരുന്ന ഏതൊക്കെയാണ്? കുഷ്ഠം. പക്ഷികളിൽ നിന്ന്, വവ്വാലിൽ നിന്നൊക്കെ പകരുന്നതാണ് നിപ്പ പോലുള്ള രോഗങ്ങൾ. അടുത്ത നോക്കൂ, രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് എന്ത് പറയുന്നത്? രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വെക്റ്റേഴ്സ്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നു. ഏതൊക്കെയാണ്? എലിച്ചെള്ള് വരുന്നു, കൊതുക്, ഈച്ച, വവ്വാൽ, ഇതൊക്കെ വെക്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ജീവികളാണ്. അടുത്തത് രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഈച്ച പെരുകുന്ന സാഹചര്യം ഏതൊക്കെയാണ്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈച്ച മലിനമായ സാധനങ്ങൾ നമ്മൾ കൊണ്ടിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ അതൊക്കെ കൊണ്ട് നമ്മൾ അശ്രദ്ധമായി വലിച്ചെറിയുമ്പോൾ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? ഈച്ച പെരുകുന്നു. കൊതുക് പെരുകുന്നത് എപ്പോഴാണ്? ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിടുന്നു. എലി എങ്ങനെയാണ് പെരുകുന്നത്? എലി നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെയാണ് എലി എന്ത് ചെയ്യുന്നത്? എലി പെരുകി വരുന്നത്. അടുത്തത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവയിലൂടെ എന്ത് ചെയ്യുന്നത്? കൊതുക് പെരുകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കൊതുക് നിവാരണവുമായി ബന്ധപ്പെട്ടതാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡ്രൈ ഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊതുക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഡ്രൈ ഡേ ആണ്. അടുത്ത രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. രോഗങ്ങൾ ഏതൊക്കെയാണ്? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കുന്നത് തടയാം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കഴുകി സൂക്ഷിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതിലൂടെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അടുത്തത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം? രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാം, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിത്വ ശുചിത്വം പാലിക്കുക. ഈ രീതിയിലൂടെയൊക്കെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് സാധിക്കും. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ തടയാം? ചെരുപ്പ് ഉപയോഗിക്കാം, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കാം, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകാം. അപ്പോൾ ഇതാണ് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നെല്ലിൽ വരുന്ന ഒരു രോഗമാണ് എന്ത് പറയുന്നത്? തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയുന്നത്. നെല്ലിൽ വരുന്ന രോഗമാണ് തവിട്ടിലപ്പുള്ളി. പയറിന് വരുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. തെങ്ങിൽ വരുന്നതാണ് കൂമ്പുചീയൽ. അപ്പോൾ തെങ്ങിൽ വരുന്ന കൂമ്പുചീയൽ, പയറിൽ വരുന്നത് മൊസൈക്ക് രോഗം, നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി. പിന്നെ നല്ല രീതിയിലുള്ള ആരോഗ്യശീലങ്ങൾ, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. അടുത്ത് നോക്കാം, രോഗപ്രതിരോധ ശേഷി. എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും അതിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഈ സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും എന്തല്ല, ഒരുപോലെ അല്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ പോളിയോയും ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള രോഗങ്ങൾക്കെതിരെ സ്വാഭാവിക പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് എന്ത് ചെയ്യില്ല, സാധിക്കില്ല.
ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷനുകൾ എടുക്കണം. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ വഴിയൊക്കെ നേടിയെടുക്കുന്ന പ്രതിരോധ ശേഷിയാണ് എന്ത് പറയുന്നത്, ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, അതായത് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലാഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അടുത്തത് കുറച്ച് വാക്സിനുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജനന സമയത്ത് എടുക്കേണ്ട വാക്സിൻ ഏതാണ്? OPVയും BCG, ഹെപ്പറ്റൈറ്റിസ് ബി. ജനിച്ച് 6 ആഴ്ച കഴിയുമ്പോൾ എടുക്കേണ്ടത് OPV1, RVV1, പെൻറ്റാവാലൻ്റ് 1, FIPV1, PCV1. 10 ആഴ്ചയാകുമ്പോൾ OPV2, RVV2, പെൻറ്റാവാലൻ്റ് 2. 14 ആഴ്ചയാകുമ്പോൾ ഏതാണ്? OPV3, RVV3, പെൻറ്റാവാലൻ്റ് 3, FIPV3, PCV2. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. BCG എന്താണ്? ബാസിലസ് കാൽമൈറ്റ് ഗുവറിൻ, അതാണ് BCGയുടെ ഫുൾ ഫോം. OPV ഓറൽ പോളിയോ വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി. FIPV എന്താണ്? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ട വൈറസ് വാക്സിനാണ് RVV എന്ന് പറയുന്നത്. അടുത്തെന്താണ്? 9 മാസമാകുമ്പോൾ എടുക്കേണ്ടതാണ് MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ എ, FIPV3. അടുത്ത 16 മുതൽ 24 മാസമാവുന്നത് വരെ MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വൈറ്റമിൻ A2. 5 മുതൽ 6 വയസ്സ് വരെ എടുക്കേണ്ടതാണ് DPTയും ബൂസ്റ്റർ 2. 10 വയസ്സിൽ എടുക്കേണ്ടതാണ് TD1, 16 വയസ്സിൽ എടുക്കേണ്ടതാണ് TD2. PCV എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമോകോക്കൽ കോൺജുഗേഷൻ വാക്സിനാണ്. MR മീസൽസ് റുബല്ല വാക്സിൻ. DPT എന്താണ്? ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. അപ്പോൾ ശരിയായ അറിവും പ്രതിരോധ മാർഗവും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ ഓരോ പ്രായത്തിൽ എടുക്കേണ്ട വാക്സിനുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. പോളിയോ വാക്സിൻ ഏതാണ്? ഓറൽ പോളിയോ വാക്സിൻ്റെ ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അടുത്ത് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.